നമ്മൾ ഡയറക്ടേഴ്സിന്റെ ഒരു അഭിപ്രായം അല്ലാതെ ആക്ടേഴ്സ് സ്വന്തമായിട്ട് ഇംപ്രവൈസ് ചെയ്ത് സീനും ചെയ്യും. അത് സ്വാതന്ത്ര്യവും ഡയറക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അവർ തന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തോട്ടെ, ഞങ്ങൾ ഈ ഒരു മാനറിസം യൂസ് ചെയ്തോട്ടെ, അങ്ങനെ ചോദിക്കുന്ന ഒരു കുറച്ചുകൂടി ലിബറൽ ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. സോ അതാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടോ, അതെയോ പഴയ ഒരു ഡയറക്ടറിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെ പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആണോ ബെറ്റർ? അല്ല, ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ടറിൻ്റെ കമൽ സാറാകട്ടെ ഹരിഹരൻ സാറാകട്ടെ നമ്മുടെ സൈഡിൽ നിന്നും ഇടണം, അവർ പറയുന്നത് പോലെ ചെയ്യണം എന്നല്ല. ആ ഒരു സെറ്റ് ഓഫ് ചിലപ്പോൾ ഇപ്പം അതിൽ ഞാൻ ചെയ്തിരുന്ന പലപ്പോൾ ജാനകിക്കുട്ടി ആവട്ടെ, ജാനകിക്കുട്ടി ഒരു പാത്ത് ഫോളോ ചെയ്യുന്ന ക്യാരക്ടറാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ പാത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത രീതിയിൽ ഇരിക്കുക, കിടക്കുക, ചിരിക്കുക, അതിനൊക്കെയുള്ള ഫ്രീഡം ഉണ്ട്. ആ ഡയലോഗ് ചിലപ്പോൾ ആ മാനറിസംസ്, കാരണം ജാനകിക്കുട്ടിക്ക് ഒരു വേറെ മാനറിസം, കംപ്ലീറ്റ്ലി നമ്മളെ പോലെയല്ല. ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ അവർ എപ്പോഴും പറഞ്ഞു. ഇന്നത്തെ ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, സോ ഐ ഹാവ് നോ ഐഡിയ എങ്ങനെയാണ് അത് ഫോളോ. ഞാനിപ്പോ കൂടുതൽ ഡയലോഗ്സ് വരെ ആർട്ടിസ്റ്റുകളാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചിട്ട് അവരുടേതായിട്ടുള്ള ശൈലിയിലേക്ക് മാറ്റി പറയാ. ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല.